മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിൻ്റെ മകൾ വീണ വിജയനെതിരെയും കിറ്റെക്സിൻ്റെ മുതലാളിയായ സാബു ജേക്കബ് ഉന്നയിച്ച ആരോപണം വളരെ ശക്തമായൊരു ആരോപണമായിരുന്നു. അത് 2 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ, അത് പൊതുയോഗത്തിൽ വെച്ച് അദ്ദേഹം പ്രസംഗിച്ച അതിൻ്റെ വീഡിയോ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇപ്പോൾ വീണ്ടും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, എനിക്കെതിരെ നടപടിയെടുക്കാൻ പോകുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ പിണറായി വിജയൻ്റെ പോലീസിനെ കൊണ്ട് എനിക്കെതിരെ നടപടിയെടുക്കണം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ പൊന്മകളായ വീണ വിജയനെ ഞാൻ ജയിലിലാക്കുമെന്ന് പറഞ്ഞു. ഇത് 2 വർഷങ്ങൾക്ക് പറഞ്ഞതാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് വീണ്ടും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയാമോ? പിണറായി വിജയനും മകളുമായി ലോകം മുഴുവൻ സഞ്ചരിച്ചപ്പോഴൊക്കെ അവരോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു. ലോകം മുഴുവൻ ചുറ്റുമ്പോൾ അവർ നടത്തിയ ഇടപാടുകൾ, അതിൻ്റെ രഹസ്യങ്ങൾ, അതിൻ്റെ എല്ലാം സൂക്ഷിപ്പുകാരനാണ് ഞാൻ. എന്നെ തൊട്ടാൽ പിണറായി വിജയൻ്റെ മകളെ ഞാൻ അകത്താക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇത് വീണ്ടും ഈ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത്? ഇപ്പോൾ നമ്മളെപ്പോലുള്ള ആരെങ്കിലും ഒരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചാൽ നിശ്ചയമായിട്ട് നമ്മുടെ വീട്ടിൽ പോലീസ് വരും, നമ്മൾ പൊക്കിക്കൊണ്ട് പോകും. എന്തുകൊണ്ടാണ് സാബു ജേക്കബിനെ തൊടാത്തത്? അതായത് മടിയിൽ കനമുള്ളവന് വഴിയിൽ ഭയപ്പെടാതിരിക്കാൻ സാധ്യമല്ല. സാബു ജേക്കബ് പറഞ്ഞ വേറൊന്നുമല്ല, സ്വപ്ന സുരേഷ് പല ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതുപോലല്ല, ഞാൻ ഉന്നയിച്ചിരിക്കുന്ന അടിസ്ഥാനപരമായ വിവരങ്ങൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ്, രഹസ്യങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ പിണറായി വിജയനെ മകളെയും അകത്താക്കുമെന്ന് പറഞ്ഞത്. എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? ഇനി പോട്ടെ, പിണറായി വിജയൻ്റെ മകൾക്കെതിരെയല്ലേ ഈ ആരോപണം ശക്തമായിരിക്കുന്നത്. വീണ വിജയൻ എന്തുകൊണ്ട് തൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടെങ്കിലും സാബു ജേക്കബിനെതിരെ ഒരു വക്കീൽ നോട്ടീസ് അയച്ചുകൂടാ? മാനനഷ്ടത്തിന് എതിരെ എന്തുകൊണ്ട് അവരുടെ ഭർത്താവ് റിയാസ് മന്ത്രിയല്ലേ, ഇത്രയും വലിയൊരു ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ ഒരു വക്കീൽ നോട്ടീസ് അയച്ചുകൂടാ? അപ്പോൾ ഇവരെന്തോ ഭയപ്പെടുന്നു. വളരെ ശക്തമായൊരു വിഷയം, രഹസ്യം സാബു ജേക്കബിൻ്റെ കയ്യിലുണ്ട്. അതാണ് വിഷയം. അങ്ങനെ സാബു ജേക്കബിനെ ചൊറിഞ്ഞാൽ ഇദ്ദേഹം അവരെ മാന്തോന്നാണ് പറഞ്ഞിരിക്കുന്നത്. പേടിച്ചിരിക്കുകയല്ലേ? ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഒരു സാധാരണ മനുഷ്യൻ, ഇദ്ദേഹം വലിയ മുതലാളിയൊന്നുമല്ല, ഒരു ചെറിയ മുതലാളിയാണ്, ചെറുകിട മുതലാളിയാണ്, അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് നടപടിയെടുക്കാൻ എന്തുകൊണ്ട് ഭയപ്പെടുന്നു? അതിന് മറുപടി പറയാൻ ഇടതുപക്ഷ ഗവൺമെൻറ്റും പിണറായി വിജയനും മകളും ധൈര്യമാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.